ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ആയുരാരോഗ്യ സൗഖ്യം. ഇതിൽ നമ്മൾ ആദ്യത്തെ പാഠഭാഗമായ പ്രത്യാശയുടെ കിരണങ്ങളിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും പാഠഭാഗ വിശകലനവുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ നമുക്ക് പഴഞ്ചൊല്ലുകൾ വ്യാഖ്യാനിക്കാനുണ്ട്. അതേപോലെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ രചനയാണ് പ്രത്യാശയുടെ കിരണങ്ങൾ. അതിൽ നമുക്ക് 4-5 ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. തത്സമയ ചിരിയരങ്ങ്, അതേപോലെ തന്നെ ഒരു കാർട്ടൂൺ വരയ്ക്കാനുണ്ട്, സർവേ ഫോറം തയ്യാറാക്കാനുണ്ട്. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ നമുക്ക് പ്രവേശക പ്രവർത്തനമായിട്ടുള്ളത് നോക്കാം. ആയുരാരോഗ്യ സൗഖ്യം. ഓക്കെ, ഇതിൽ നമ്മുടെ ആരോഗ്യവും ആരോഗ്യശീലവുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകളാണ് പ്രവേശക പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികർ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ പഴഞ്ചൊല്ലുകളുടെ രൂപത്തിൽ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പഴഞ്ചൊല്ലൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില അർത്ഥങ്ങളും ഉണ്ട്. ചില ആഹാരശീലങ്ങളും അധ്വാനങ്ങളുമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട് ചില പഴഞ്ചൊല്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം. അതേപോലെ തന്നെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാം എന്നാണ് പറയുന്നത്. ഈ പഴഞ്ചൊല്ല് കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. എല്ലുമുറിയെ പണിയുക എന്നാൽ വളരെയധികം കഷ്ടപ്പെട്ട് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പ്രയത്നിക്കുക എന്നാണ് അർത്ഥം. ഇങ്ങനെ ആത്മാർത്ഥമായി പ്രയത്നിച്ചാൽ അതിൻ്റെ ഫലം സമൃദ്ധമായി അനുഭവിക്കാം. അതായത് വയറ് നിറയെ യാതൊരു കുറവുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതാണ് പല്ലുമുറിയെ തിന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാം. അതായത് നമ്മൾ അധ്വാനിച്ചാലേ നമുക്ക് ഭക്ഷണം കിട്ടുള്ളൂ. കഠിനമായ അധ്വാനം ഐശ്വര്യത്തിലേക്കും നല്ല ജീവിതത്തിലേക്കും നയിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ജീവിച്ചാൽ, നന്നായി അധ്വാനിച്ചാൽ നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് ഭക്ഷണവും നല്ല സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ച് ജീവിക്കാം എന്നാണ് എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഉണ്ടാൽ ആരോഗ്യം. അരവയറുണ്ടാൽ ആരോഗ്യം, അതായത് പകുതി വയറ് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നു. അതായത് നമ്മൾ ഫുള്ളാക്കിയിട്ട് വയറ് ഫുള്ളാകുന്ന വരെ ഭക്ഷണം കഴിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പകുതി ഭാഗം വരെ ഭക്ഷണം കഴിക്കുക, ബാക്കി ഭാഗം ഒഴിച്ചിടുക. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണശീലത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന പഴഞ്ചൊല്ലാണിത്. അരവയറുണ്ണുക എന്നാൽ വയറ് നിറച്ച് അമിതമായി ആഹാരം കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പൂർണ്ണമായി വയറ് നിറച്ച് കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കും ആലസ്യത്തിനും കാരണമാകും. എന്നാൽ മിതമായ അളവിൽ ആഹാരം കഴിക്കുന്നത് ശരീരത്തിന് ഭാരം കൂട്ടാതെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അമിത ഭക്ഷണം ഒഴിവാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്തായിരുന്നു? ആദി കൂടിയാൽ വ്യാധി. ആദി എന്ന് പറഞ്ഞാൽ എന്താ? അമിതമായ ഉത്കണ്ഠം. വ്യാധി എന്ന് പറഞ്ഞാൽ എന്താ? അസുഖം. ഓക്കെ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? മനസ്സിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെയും ആരോഗ്യം. ഓക്കെ, ഇതാണ് മനസ്സിൽ ഇങ്ങനെ കുറേ പ്രയാസമുള്ളവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരും എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് നോക്കാം. മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ചൊല്ല്. ആദി എന്നാൽ അമിതമായ വിഷമം, ഉത്കണ്ഠ, ഭയം എന്നിവയാണ്. ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ കൂടുമ്പോൾ അത് ശരീരത്തെ ബാധിക്കുകയും വ്യാധി അഥവാ രോഗമായി മാറുകയും ചെയ്യും. അമിതമായ ചിന്തകളും ആശങ്കകളും മാനസികാരോഗ്യത്തെ മാത്രമല്ല ശാരീരിക ആരോഗ്യത്തെയും തകർക്കും. അതിനാൽ മനസ്സിനെ ശാന്തമായി നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഈ പഴഞ്ചൊല്ല് ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? പയ്യെ തിന്നാൽ പനയും തിന്നാം. എന്താണ് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത്? മെല്ലെ തിന്നാൽ നമുക്ക് എന്തും തിന്നാം. അതായത് സമയമെടുത്ത് ചവച്ചരച്ച് ആഹാരം കഴിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്.
ക്ഷമയുടെയും സാവധാനത്തിലുള്ള പ്രവർത്തനത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന ചൊല്ലാണ്. പയ്യെ എന്ന സാവധാനത്തിൽ ധൃതിയില്ലാതെ എന്നാണ് അർത്ഥം. പനയുടെ കാമ്പ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതും കടുപ്പമേറിയതുമാണ്. എന്നാൽ പന പോലെയുള്ള കടുപ്പമുള്ള വസ്തുക്കൾ പോലും സാവധാനത്തിൽ ക്ഷമയോടെ കഴിച്ചാൽ ദഹിച്ചു പോകും. അതാണ് ജീവിതത്തിലെ വലിയതും കഠിനവുമായ വെല്ലുവിളികളെ പോലും ക്ഷമയോടും ശ്രദ്ധയോടും സമീപിച്ചാൽ മറികടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചൊല്ല് നടന്നു കൊയ്താൽ ഇരുന്നുണ്ണാം. അത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതിൻ്റെ വേറൊരു വേർഷനാണ്. അതായത് നന്നായി അധ്വാനിച്ച് കൃഷി ചെയ്താൽ നമുക്ക് സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കാം എന്നാണ് അത് പറയുന്നത്. നടന്നു കൊയ്താൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നന്നായി അധ്വാനിക്കുക. ഇരുന്നുണ്ണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യത്തോടെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാം എന്ന്. കുഞ്ഞബ്ദുള്ളയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ വളരെ രസകരമായ ഒരു പാഠഭാഗമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ ഡോക്ടറെ അടുത്ത് എത്തുന്ന 2 രോഗികളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഇതിൽ കാണിക്കുന്നത്. ഒരാൾ രോഗത്തിന് ചികിത്സ തേടിയെത്തുമ്പോൾ മറ്റേയാൾ എന്താണ്? രോഗം വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ 2 രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള 2 രോഗികളുടെയും കാഴ്ചപ്പാടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഉണ്ടവന് പായ കിട്ടാനിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാനിട്ടും എന്നല്ലേ ചൊല്ല്. ഉണ്ടവൻ്റെയും ഉണ്ണാത്തൻ്റെയും അവസ്ഥ ഒന്ന് തന്നെയാണോ? ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ പാഠഭാഗം വായിച്ചാൽ മനസ്സിലാകും. നമുക്ക് വായിച്ചു നോക്കാം. പ്രത്യാശയുടെ കിരണങ്ങൾ. എന്താണ് അസുഖം? അധികം നീട്ടാതെ ഒറ്റ വാക്കിൽ പറഞ്ഞോളൂ. ക്ഷീണം, കലശലായ ക്ഷീണം. ഇത്രയും പറഞ്ഞ അയാൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചു. എന്തിനാണ് ഈ കലശൽ? ക്ഷീണം മാത്രം പോരെ? ഡോക്ടർ സന്തുകുമാർ രോഗിയുടെ കൺപോളകൾ വിടർത്തുകയും നാവ് നോക്കുകയും നാടി പിടിക്കുകയും ചെയ്ത ശേഷം ചോദിച്ചു. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. മുട്ട തിന്നാറുണ്ടോ? ഇല്ല. ഇറച്ചിയും മീനും തിന്നാറുണ്ടോ? ഇല്ല. സന്തുകുമാറിന്റെ ഭാവം മാറി. ദേഷ്യവും ഈർഷ്യയും കലർന്ന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു, പുല്ല് തിന്നാറുണ്ടോ? രോഗി കണ്ണുകൾ ചിമ്മിയ ശേഷം പറഞ്ഞു, സർ, ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. ഈശ്വരഭക്തനായ കൈക്കൂലി വാങ്ങാത്ത ഒരു ശിപ്പായിയാണ് ഞാൻ, സർ. അച്ഛനമ്മമാരെയും ഭാര്യാമക്കളെയും പോറ്റാൻ തന്നെ ശമ്പളം തികയുകയില്ല. രോഗിയുടെ ചുമലിൽ തട്ടി സന്തുകുമാർ അയാളെ എഴുന്നേൽപ്പിച്ചു കട്ടിലിൽ കിടത്തി. സ്നേഹത്തോടും ദയയോടും കൂടിയാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ആരംഭിച്ചത്. രോഗിയെ നന്നായി പരിശോധിച്ചു. അലമാര തുറന്ന് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും അദ്ദേഹം അയാൾക്ക് കൊടുത്തു. ചങ്ങാതി, തനിക്കൊരു രോഗവുമില്ല. ഭക്ഷണത്തിന്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം. പതിവായി കടലയും പയറും കഴിക്കുക. തരം കിട്ടുമ്പോൾ മത്സ്യമാംസങ്ങളും കഴിച്ചോളൂ. ഇടയ്ക്കിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം. പ്രത്യാശയുടെ കിരണങ്ങൾ രോഗിയുടെ കണ്ണുകളിൽ നിഴലിച്ചു. ശരി, പൊയ്ക്കോളൂ, സന്തുകുമാർ പറഞ്ഞു. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വേറൊരു കാര്യം, എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞു. അതല്ലേ എന്താണ് കലശലായ ക്ഷീണമായിട്ട് ഒരു രോഗി ഡോക്ടറിൻ്റെ അടുത്താണ്. അപ്പോൾ അയാളുടെ കൺപോളകൾ നോക്കിയപ്പോൾ തന്നെ അയാൾക്ക് ഭക്ഷണത്തിൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ സന്തുകുമാറിനേക്കാൾ തടിച്ചു കിടത്ത ഒരു മനുഷ്യൻ കയറി വന്നു. 60-ലധികം പ്രായം കാണും. വിരലുകൾ നിറയെ സ്വർണ്ണമോതിരങ്ങൾ, വില പിടിച്ച സെന്റിന്റെ പരിമളം എന്ന് പറഞ്ഞ സുഗന്ധം, ചന്ദന തൈലത്തിന്റെ സുഗന്ധം. അല്ല, നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? ഡോക്ടർ സന്തുകുമാർ ചോദിച്ചു. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സന്തുകുമാറിന്റെ ഒപിയിലെ ഒരു സ്ഥിരം രോഗിയാണ് ഈ ധനികൻ. ഇയാളെ കാണുമ്പോഴൊക്കെ സന്തുകുമാർ ആദ്യം ചോദിക്കുന്ന കുശലമാണിത്. ഹാ, ധനികൻ പൊട്ടിച്ചിരിക്കുകയാണ്. ബെഞ്ചിലിരുന്ന് കിതപ്പ് മാറ്റിയ ശേഷം ധനികൻ പറഞ്ഞു, പ്രഷർ നോക്കണം, പഞ്ചസാര നോക്കണം, ECG എടുക്കണം. ദൈവമേ, എനിക്ക് എന്നാണ് പ്രഷർ വരിക? എൻ്റെ മൂത്രത്തിൽ എന്നാണ് പഞ്ചസാര ഉണ്ടാകുക? ധനികന്റെ സ്ഥിരമായ ആവശ്യമാണിത്. അദ്ദേഹത്തിന്റെ ധനികരായ സുഹൃത്തുക്കൾക്കെല്ലാം പ്രഷറും ഷുഗറും അറ്റാക്കുമുണ്ട്. പലരും കാലയവനികൾക്കുള്ളിൽ മറയുകയും ചെയ്തു. കാലയവനികൾക്കുള്ളിൽ മറയാന്ന് പറഞ്ഞാൽ എന്താ? മരണപ്പെട്ടു. എന്തിനാണ് ഇത്ര നേരത്തെ മരിക്കുന്നത്? സന്തുകുമാർ ചോദിച്ചു. പതിവായുള്ള ചോദ്യം. മരിക്കുകയൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. എന്നിട്ട് ചികിത്സിക്കണം, മരുന്ന് കഴിക്കണം. അങ്ങനെ രോഗം മാറി ഞാൻ ഒരുപാട് കാലം ജീവിക്കണം. എനിക്കുമില്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി? ധനികന്റെ കാതിലുള്ള വൈരക്കല്ല് വെച്ച കടുക്കൻ തൊട്ടുകൊണ്ട് സന്തുകുമാർ ചോദിച്ചു. ലാല, എന്തിനാണ് ഈ കടുക്കൻ? ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്ക്, അവർക്ക് നല്ല ചേർച്ചയായിരിക്കും. ഇല്ല, ഞാനിത് ഊരുകയില്ല. പെൺമക്കൾ ഇല്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനമായിരുന്നല്ലോ ഞാൻ. സന്തു, നിനക്കറിയാമോ അതൊക്കെ? സന്തുകുമാറിനെ സന്തു എന്നും ഡോക്ടർ എന്നും ധനികൻ മാറി മാറി വിളിക്കും. അത്രയും അടുപ്പത്തിലാണവർ.
ഒപിയിലെ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് ധനികനും പരിവാരവും ഇറങ്ങി. മരുന്ന് പുനത്തിൽ പുന്നത്തുള്ള വളരെ രസകരമായ ഒരു പാഠഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കഥാപാത്ര നിരൂപണം ഒന്ന് നോക്കിയാലോ. ഡോക്ടർ സന്തകുമാറിന്റെ കഥാപാത്ര നിരൂപണം നമുക്ക് ആദ്യം എഴുതാം. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കഥയിലെ കേന്ദ്ര ബിന്ദുവാണ് ഡോക്ടർ സന്തകുമാർ. അദ്ദേഹം കേവലം ഒരു വൈദ്യൻ എന്നതിലുപരി സമൂഹത്തിലെ വൈരുദ്ധ്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സ്നേഹിയാണ്. സന്തകുമാറിന്റെ ചികിത്സാ രീതി ലക്ഷണങ്ങൾക്കപ്പുറം രോഗിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നാണ്. ദാരിദ്ര്യം കാരണം ക്ഷീണിതനായ ശിപായിക്ക് ടോണിക്കുകളും ബിസ്ക്കറ്റുകളും നൽകിയ അദ്ദേഹം യഥാർത്ഥത്തിൽ നൽകിയത് പ്രത്യാശയും പ്രോത്സാഹനവുമാണ്. ഭക്ഷണത്തിന്റെ കുറവാണ് ക്ഷീണത്തിന് കാരണം എന്ന് പറഞ്ഞ അദ്ദേഹം ദാരിദ്ര്യമാണ് രോഗമെന്ന സാമൂഹിക യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു രോഗിയായ ധനികനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം തികച്ചും വ്യത്യസ്തമാണ്. അമിത ഐശ്വര്യത്തിന്റെ വിരസത കാരണം വ്യാജരോഗങ്ങൾ ആഗ്രഹിക്കുന്ന ധനികനോട് അദ്ദേഹം തമാശ കലർന്ന ചോദ്യങ്ങളിലൂടെയും പരിഹാസത്തിലൂടെയാണ് പ്രതികരിക്കുന്നത്. ചുരുക്കത്തിൽ ഡോക്ടർ സന്തകുമാർ സാമൂഹിക വിമർശനത്തിന്റെ വാഹകനും ഓരോ വ്യക്തിക്കും ആവശ്യമായ മാനസികവും ശാരീരികവുമായ ആശ്വാസം നൽകുന്ന വിവേകിയായ ഒരു കഥാപാത്രമാണ്. ഇനി നമുക്ക് ശിപ്പായിയുടെ കഥാപാത്ര നിരൂപണം നോക്കാം. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന കഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കഥാപാത്രമാണ് ശിപ്പായി. ദാരിദ്ര്യം, സത്യസന്ധത, പോഷകാഹാരക്കുറവ് എന്നിവയുടെ ദുരിതം അനുഭവിക്കുന്ന സാധാരണ പൗരന്റെ പ്രതിരൂപമാണ് അദ്ദേഹം. കഥയിൽ ശിപ്പായിയുടെ ഏക രോഗം കലശലായ ക്ഷീണമാണ്. എന്നാൽ ഡോക്ടറുമായുള്ള സംഭാഷണത്തിലൂടെ ഈ ക്ഷീണം പട്ടിണിയുടെയും സാമ്പത്തിക ഞെരുക്കത്തിന്റെയും ഫലമാണെന്ന് വ്യക്തമാകുന്നു. താൻ കൈക്കൂലി വാങ്ങാത്ത ഈശ്വരഭക്തനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് അയാൾ പറയുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കാരണം അയാളുടെ സത്യസന്ധതയാണ് എന്ന് വായനക്കാർ തിരിച്ചറിയുന്നു. കുടുംബം പോറ്റാൻ ശമ്പളം തികയാതെ വരുമ്പോൾ പുല്ലുപോലും തിന്നാൻ വകയില്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തുന്നു. ഇതാണ് അയാളെ ഡോക്ടറുടെ അടുത്തെത്തിച്ച യഥാർത്ഥ രോഗം. ഡോക്ടർ സന്തകുമാർ ഇയാളുടെ സാമൂഹിക രോഗം തിരിച്ചറിഞ്ഞ് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും നൽകിയപ്പോൾ ശിപായിയുടെ കണ്ണിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നേടിച്ചു. ഈ കഥാപാത്രം നൽകുന്ന സന്ദേശം അടിസ്ഥാനപരമായ ജീവിതാവശ്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന് എത്രമാത്രം കഷ്ടപ്പെടേണ്ടി വരുന്നു എന്നതാണ്. ശിപായിയുടെ കഥാപാത്രം സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തിലേക്കുള്ള ചൂണ്ടുപലകയാകുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യാം. ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ്. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. ഈ വാക്യങ്ങൾ വിശകലനം ചെയ്ത് പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ചർച്ച ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇത് മൂന്നാളുടെ ഡയലോഗാണല്ലേ. ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും വകയില്ല എന്ന് പറയുന്ന ശിപ്പായി, അതേപോലെ എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് എന്ന് ധനികൻ പറയുന്നു. പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകും, ഞാൻ പറഞ്ഞേക്കാം. ഇത് ഡോക്ടറുടെ വാക്കുകളാണ്. പുനത്തിൽ കുഞ്ഞബ്ദയുടെ മരുന്ന് എന്ന കഥയിലെ ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ വകയില്ല എന്ന ശിപ്പായിയുടെ വാക്കും എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് എന്ന ധനികന്റെ ആവശ്യവും ഒരേ സമൂഹത്തിലെ തീവ്രമായ സാമ്പത്തിക അസമത്വത്തെയാണ് തുറന്നു കാട്ടുന്നത്. ആദ്യത്തെ വാക്യം സത്യസന്ധനായ ഒരു സാധാരണക്കാരന്റെ ദയനീയമായ അവസ്ഥയെ ചിത്രീകരിക്കുന്നു. കൈക്കൂലി വാങ്ങാത്തതിനാൽ അടിസ്ഥാനപരമായ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ദാരിദ്ര്യമാണ് ഇയാളുടെ ക്ഷീണത്തിനുള്ള യഥാർത്ഥ മരുന്നെന്ന് ഡോക്ടർ തിരിച്ചറിയുന്നു. എന്നാൽ രണ്ടാമത്തെ വാക്യം അതിസമ്പന്നതയുടെ വിചിത്രമായ ദുരിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം തികഞ്ഞ ജീവിതത്തിൽ വിരസത തോന്നുന്ന ധനികൻ ശ്രദ്ധ നേടാനും ജീവിതത്തിന് ഒരല്പ ആകാംക്ഷ നൽകാനും വേണ്ടി രോഗങ്ങളെ ആഗ്രഹിക്കുന്നു. അവസാനം ഡോക്ടർ സന്തകുമാർ ശിപ്പായിക്ക് നൽകുന്ന പുല്ല് മാത്രം തിന്നു നടന്നാൽ ചത്തുപോകുമെന്ന താക്കീത് ദാരിദ്ര്യം തുടർന്നാൽ അയാൾക്ക് ധാർമ്മികത ഉപേക്ഷിച്ച് നിയമം തെറ്റിക്കേണ്ടി വരും എന്ന സാമൂഹിക വിമർശനം കൂടിയാണ്. ചുരുക്കത്തിൽ ഈ കഥയിലെ ജീവിതാവസ്ഥ ഒരാൾ ജീവൻ നിലനിർത്താൻ ഭക്ഷണം കിട്ടാത്തതിൻ്റെ ദുരിതം അനുഭവിക്കുമ്പോൾ മറ്റൊരാൾക്ക് ആഹാരം അധികമായതിൻ്റെയും വിരസതയുടെയും ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നു എന്ന വൈരുദ്ധ്യം ശക്തമായി അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ഒരു ചിരിയരങ്ങാണ്. തത്സമയ ചിരിയരങ്ങ്. കഥയിലെ ഡോക്ടർ ദരിദ്രരായ രോഗി, സമ്പന്നൻ എന്നിവയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ. ഈ കഥാപാത്രങ്ങളെ നിങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ എന്തെല്ലാം തമാശകൾ പറയും? സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു തത്സമയ ചിരിയരങ്ങ് സ്റ്റാൻഡപ്പ് കോമഡി തയ്യാറാക്കുക. സൂചനകൾ: രസകരമായ സന്ദർഭങ്ങൾ, ചിരി ഉണർത്തുന്നതും കുറിക്കുകൊള്ളുന്നതുമായ സംഭാഷണങ്ങൾ, കഥാപാത്രങ്ങളുടെ അംഗചലനങ്ങൾ. ഓക്കെ. ഡോക്ടർ:
ക്ഷീണിതനായ ശിപായി. എന്താണ് അസുഖം? പാലോ മുട്ടയോ ഇറച്ചിയോ കഴിക്കാറുണ്ടോ? ശിപായി വിനയത്തോടെ. ഇല്ല ഡോക്ടർ, കലശലായ ക്ഷീണമാണ്. കൈക്കൂലി വാങ്ങാത്തതിനാൽ പുല്ല് തിന്നാൻ പോലും വകയില്ല. ഡോക്ടർ ദയോടെ ടോണിക്ക് നൽകുന്നു. തന്റെ രോഗം ദാരിദ്ര്യമാണ്. പുല്ലും തിന്ന് സത്യസന്ധനായി നടന്ന ഇവിടെ ആരും ജീവിക്കില്ല. വേഗം പോയി ഫയലുകൾ എത്തിച്ചു കൊടുക്കുക. ശിപ്പായി പുറത്തേക്ക് പോകുമ്പോൾ ധനികൻ വരികയാണ്. ഡോക്ടർ, അല്ല നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ലേ? അപ്പോൾ ധനികൻ പറയാണ്, ഇല്ല, എനിക്ക് നല്ല നല്ല രോഗങ്ങൾ വേണം. പ്രഷറും ഷുഗറും ഇല്ലാത്തതിനാൽ എനിക്ക് നിരാശയുണ്ട്. എനിക്കും ഇല്ലേ ഒരു ഗുളിക കഴിക്കാൻ പൂതി. ഡോക്ടർ വൈരക്കല്ല് തൊട്ടി. ലാലാ, താൻ പോയി ഈ കടുക്കൻ ബാലിക്ക് കൊടുക്ക്, കുറച്ച് നടക്ക്, അതാണ് മരുന്ന്. ഞാൻ പോകുന്നു. ഡോക്ടർ സദസ്സിനോട്, കണ്ടോ, ഒരാൾക്ക് പുല്ല് തിന്നാൻ വകയില്ല, മറ്റൊരാൾക്ക് രോഗമില്ലാത്തതിൻ്റെ ദുരിതം. ഈ രണ്ട് രോഗികൾക്കും മരുന്ന് ഒന്ന് തന്നെ, സത്യസന്ധമായ ഒരു ജീവിതം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കണ്ടെത്താം, എഴുതാം. കലശലായ ക്ഷീണം നന്നായി പരിശോധിച്ചു, വേഗം എത്തിച്ചു കൊടുക്കണം. അടിവരയിട്ട പദങ്ങൾ ആശയതലത്തിൽ വരുത്തുന്ന മാറ്റം എന്ത്? കണ്ടെത്തി എഴുതുക. അപ്പം ക്ഷീണത്തിന് ഒന്നും കൂടി ഒന്ന് വിശേഷിപ്പിക്കാണ് കലശലായ ക്ഷീണം എന്ന്, അല്ലേ? അങ്ങനെ നന്നായി പരിശോധിക്കുക, വേഗം എത്തിച്ചു കൊടുക്കണം. ഓക്കെ, നൽകിയിട്ടുള്ള വാക്യങ്ങളെ അടിവരയിട്ട പദങ്ങൾ കലശലായ, നന്നായി, വേഗം ക്രിയയുടെയോ നാമത്തിൻ്റെയോ വിശേഷണമായി വന്ന പ്രവൃത്തിയുടെ തീവ്രത, സ്വഭാവം, വേഗത എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് ആശയത്തിൽ കൂടുതൽ വ്യക്തതയും ഊന്നലും നൽകുന്നു. ആദ്യത്തെ നോക്കാം. കലശലായ ക്ഷീണം. അടിവരയിട്ട പദം കലശലായ. ആശയം എന്താണ്? ക്ഷീണം എന്ന, അതായത് ക്ഷീണം എന്ന ഒരു നാമമാണ്, എന്ന അവസ്ഥയുടെ തീവ്രതയെ സൂചിപ്പിക്കുന്നു. സാധാരണ ക്ഷീണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ക്ഷീണം വളരെ കഠിനമായതും അസഹ്യമായതുമാണ്. ശിപായിയുടെ ദുരിതത്തിന്റെ ആഴം ഈ പദം വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തേത് നന്നായി പരിശോധിച്ചു. അടിവരയിട്ടത് എന്താ? നന്നായി. അപ്പൊ ഇതിലെന്താണ്? പരിശോധിച്ചു എന്ന പ്രവൃത്തിയുടെ സ്വഭാവത്തെയും ഗുണമേന്മയെയും വിശേഷിപ്പിക്കുന്നു. വെറുതെ ഒന്ന് നോക്കുക എന്നതിലുപരി ഡോക്ടർ വളരെ ശ്രദ്ധയോടും സമഗ്രമായും രോഗിയെ പരിശോധിച്ചു എന്ന് ഈ പദം വ്യക്തമാക്കുന്നു. ഇത് ഡോക്ടറുടെ ഉത്തരവാദിത്ത ബോധം കാണിക്കുന്നു. ഇനി അടുത്തത് വേഗം എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ അടിവരയിട്ട പദം ഏതാണ്? വേഗം എന്നാണ്. ഇതിലെന്താണ്? എത്തിച്ചു കൊടുക്കണം എന്ന പ്രവൃത്തിയുടെ വേഗതയെയും സമയബന്ധിതത്വയും സൂചിപ്പിക്കുന്നു. ഉടൻ തന്നെ, യാതൊരു താമസവും ഇല്ലാതെ ഫയലുകൾ കൈമാറണം എന്ന് ഈ പദം സൂചിപ്പിക്കുന്നു. ഇത് പ്രവൃത്തിയുടെ അടിയന്തരാവസ്ഥയാണ് വർദ്ധിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഈ പദങ്ങളെല്ലാം വിശേഷണങ്ങളായി പ്രവർത്തിച്ച് പ്രസ്താവനകളുടെ അർത്ഥത്തിന് ഊന്നലും കൃത്യതയും നൽകുകയും കഥാപാത്രങ്ങളുടെ മനോഭാവവും കഥാസന്ദർഭത്തിൻ്റെ തീവ്രതയും വായനക്കാരിലേക്ക് എത്തിക്കാൻ കൂടുതൽ ഫലപ്രദമായി എത്തിക്കുന്നു. ഇനി അടുത്ത അവസാനത്തെ ചോദ്യം, അല്ല അതിനു മുമ്പ് വരയും ചിരിയുമുണ്ട്. കലാവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കാർട്ടൂൺ രചന പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠത്തിലെ ഉചിത സന്ദർഭങ്ങളെ കാർട്ടൂൺ ആക്കി മാറ്റുക. അപ്പം ഇത് നോക്കുക. ശിപ്പായി ഇങ്ങനെ ആലോചിക്കുകയാണ്, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഡോക്ടർ പറയാം, തൽക്കാലം ടോണിക്കും ബിസ്ക്കറ്റും കഴിക്കണമെന്ന് കേട്ടോ എന്ന് പറയാണ്. അതേപോലെ ധനികനും ഡോക്ടറും തമ്മിലുള്ളൊരു കാർട്ടൂണാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡയലോഗൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൂട്ടിച്ചേർക്കാം. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യമാണ് സർവേ ഫോറം. ഓക്കെ, സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ മുന്നോടിയായി വിവരശേഖരണം നടത്തുന്നതിന് ഒരു സർവേ ഫോറം തയ്യാറാക്കുക. അപ്പോൾ സർവേ ഫോറത്തിൽ എന്താണ്? പ്രദേശത്തിൻ്റെ പേരും തരവും, ചോദ്യാവലി വേണം, വ്യക്തിഗത വിവരങ്ങൾ വേണം, ശേഖരിക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എഴുതണം. അപ്പോൾ നമുക്കൊരു സർവേ ഫോറം തയ്യാറാക്കി നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കുക. വിവരശേഖരണ സർവേ ഫോറം. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായി വിവരശേഖരണം നടത്തുന്നതിനുള്ള സർവേ ഫോറം താഴെ നൽകുന്നു. ആദ്യം നമ്മൾ എന്താണ് പറഞ്ഞത്? വ്യക്തിഗത വിവരങ്ങളൊക്കെ നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. വ്യക്തിഗത വിവരങ്ങൾ നൽകണം. അപ്പോൾ നമ്മൾ എന്താണ്? പേര്, ലിംഗഭേദം, പുരുഷൻ, സ്ത്രീ, മറ്റുള്ളവർ, പിന്നെ വയസ്സ് വേണം, വിദ്യാഭ്യാസ യോഗ്യത ഏതൊക്കെയാണ്, പ്രാഥമിക വിദ്യാഭ്യാസമാണോ, ഹൈസ്കൂളാണോ, ബിരുദമാണോ, പിന്നെ തൊഴിൽ മേഖല, തൊഴിൽ ചെയ്യുന്നവരാണോ, അത് സർക്കാർ ജോലിയാണോ, സ്വകാര്യ ജോലിയാണോ, സ്വയം തൊഴിലാണോ, കർഷകനാണോ എന്ന് അടയാളപ്പെടുത്തുക. പിന്നെ മാസ വരുമാനം എത്രയെന്ന് അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ജീവിതശൈലിയും ആരോഗ്യനിലയും. എന്തൊക്കെയാ ചോദ്യങ്ങൾ? താങ്കൾക്ക് നിലവിൽ എന്തെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ അഥവാ പ്രമേഹം, രക്താതിമർദ്ദം, കൊളസ്ട്രോൾ, ഹൃദ്രോഗം ഉണ്ടോ? അപ്പോൾ എന്താണ്? ഉണ്ട്, ഇല്ല, ഉറപ്പില്ല. ഇത് 3 കോളാണുള്ളത്. ഉണ്ടെങ്കിൽ പ്രധാനമായും ഏത് രോഗമാണ്? പ്രമേഹം, രക്താതിമർദ്ദം, കൊളസ്ട്രോൾ, മറ്റുള്ളവ. ഇനി മൂന്നാമത്തെ ദിവസവും എത്ര നേരം വ്യായാമം ചെയ്യാറുണ്ട്? 30 മിനിറ്റിലധികം, 15-30 മിനിറ്റ്, 15 മിനിറ്റ് താഴെ, തീരെയില്ല.
സാധാരണയായി കഴിക്കുന്ന ഭക്ഷണ രീതി കൂടുതൽ സസ്യാഹാരം, സസ്യം ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം. പിന്നെ അടുത്ത, നിങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ താഴെ പറയുന്ന രോഗങ്ങളുണ്ടോ? പ്രമേഹം, രക്താതി മർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അമിതവണ്ണം. ഇല്ല എന്ന ഓപ്ഷനുണ്ട്. മറ്റുള്ളവ. ഇനി അടുത്ത, ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഇപ്പോൾ കോൾ എന്താ കൊടുത്തത്? നന്നായി അറിയാം, കുറച്ചൊക്കെ അറിയാം, അറിയില്ല. ജീവിതശൈലി മാറ്റങ്ങളിലൂടെ രോഗങ്ങളെ തടയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ഇല്ല. 2 കോളാണ്. ഏത് രീതിയിലുള്ള ബോധവൽക്കരണമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ആരോഗ്യ ക്യാമ്പുകൾ, ലഘുലേഖകൾ, സോഷ്യൽ മീഡിയ പ്രചാരണം, ആരോഗ്യ ക്ലാസുകൾ. ഇനി അടുത്തത്, ബോധവൽക്കരണം. ജീവിതശൈലിയെക്കുറിച്ചുള്ള അവബോധം നൽകുന്ന പരിപാടിക്ക് താങ്കൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ട്, ഇല്ല. നിഷ്പക്ഷ നിലപാട്. ബോധവൽക്കരണം ഏത് രീതിയിൽ ലഭിക്കാനാണ് താല്പര്യം? അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി സർവേയുടെ സമയക്രമം എഴുതുക. ഘട്ടം, വിവരശേഖരണത്തിന്റെ തുടക്കം, സമയം ഒക്ടോബർ 15. വിവരശേഖരത്തിന്റെ പൂർത്തീകരണം 2025 ഒക്ടോബർ 30. വിവര വിശകലനം 2025 നവംബർ 1 മുതൽ 7 വരെ. ബോധവൽക്കരണ പരിപാടി ആരംഭം 2025 നവംബർ 15. അതായത് ഇത് സർവേ നടത്തി അതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള വിവരശേഖരണമാണ്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കണം. പിന്നെ ഇതൊക്കെ ഒരു സമയക്രമം വേണം. ഇതൊക്കെ ഏത് സമയത്താണ് നമുക്ക് വേണ്ടത്, ഏത് സമയത്താണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു സമയക്രമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 8ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കേരള പാഠാവലി പാഠങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. താങ്ക്